നമസ്കാരം എല്ലാവർക്കും. കാർഡ്സ് ഓഫ് ഷിതയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളെ കാത്തിരിപ്പിന് പ്രപഞ്ചം നൽകുന്ന സന്ദേശം എന്താണെന്നാണ്. നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത്, അതിന് പ്രപഞ്ചം എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. മദർ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സ് ലൈഫിൽ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത്, അവർക്ക് മദർ യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം എന്താണ്? ഫൈവ് ഓഫ് കപ്സ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതായിരിക്കും. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ പോസിറ്റീവ് സൈഡ് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് എല്ലാത്തും വിട്ടേക്കുക. പേജ് ഓഫ് വാൻഡ്സ്, ദ ഫൂൾ, ഫോർ ഓഫ് പെൻഡക്കിൾസ്, വീൽ ഓഫ് ഫോർച്യൂൺ, ഡെത്ത്, ക്യൂൻ ഓഫ് പെൻഡക്കിൾസ്, കിങ് ഓഫ് കപ്സ്, ഏസ് ഓഫ് സോർഡ്സ്, ത്രീ ഓഫ് പെൻഡക്കിൾസ്, 10 of cups, 2 of swords, the moon, the empress and 6 of swords. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങളെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. നിങ്ങളുടെ കാത്തിരിപ്പിന് പ്രപഞ്ചം എന്ത് സന്ദേശമാണ് നൽകുന്നത്, പ്രപഞ്ചം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. നിങ്ങളെ കാത്തിരിപ്പിന് പ്രപഞ്ചം എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. അതിന് കിട്ടിയിരിക്കുന്നത് 5 of cups ആണ്. നിങ്ങളുടെ നഷ്ടം അല്ലെങ്കിൽ ഒരു നിരാശ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിഷമത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിന്നിട്ട്, ഈ ഒരു ദുഃഖകരമായ സാഹചര്യത്തിൽ നിന്നിട്ട് നിങ്ങൾ അതിന്റെ കാര്യങ്ങളെ, അതിന്റെ സംഭവിച്ച കാര്യങ്ങളെ അംഗീകരിക്കുകയും അതിൽ നിന്നിട്ട് പുറത്തു കടക്കുകയും വേണമെന്നാണ് പറയുന്നത്. നിങ്ങളെ ഇനി അതിൽ നിന്ന് പുറത്തു കടന്നിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ ആവശ്യമായിട്ടുള്ള വേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്നിട്ട്, ആ വിഷമത്തിൽ നിന്നിട്ട്, ലൈഫിൽ കഴിഞ്ഞു പോയ ആ ഒരു വിഷമത്തിൽ നിന്നിട്ട് പുറത്തു കടക്കാനാണ് പറയുന്നത്. നിങ്ങള് പുതിയ ആശയങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ പുതിയ ആവേശം, ഒരു പുതിയ യാത്രയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർഗാത്മകത, അല്ലെങ്കിൽ ഒരു നിങ്ങളെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, നിങ്ങളൊരു പുതിയ ഊർജത്തിലേക്ക്, ആ ഒരു പഴയ കാര്യങ്ങളിൽ മനസ്സിൽ നിന്നിട്ടെല്ലാം മാറ്റിയിട്ട് ഒരു പുതിയ ഊർജത്തിലേക്ക് നിങ്ങളോട് വരണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആണ് പേജ് ഓഫ് വാൻഡ്സും ദ ഫൂൾ പറയുന്നതും നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട്, കഴിഞ്ഞു പോയതെല്ലാം മറന്ന് ഒരു പുതിയ വ്യക്തിയായിട്ട് നിങ്ങൾ റിസ്ക് എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരു റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ യൂണിവേഴ്സിന്റെ കയ്യിൽ വളരെയധികം സുരക്ഷിതമായിട്ടാണ് ഇരിക്കുന്നത്. യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു സുരക്ഷിതത്വം അനുഭവിക്കാനായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെ ലൈഫിലേക്ക് ഒരു സുരക്ഷിതത്വവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ കുറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങളാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം നിയന്ത്രിച്ചിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ വരണം എന്നാണ് പറയുന്നത്. പുതിയ മാറ്റത്തെ നിങ്ങൾ ഉൾക്കൊള്ളാനാണ് പറയുന്നത്. പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാം, പഴയതിനെയൊക്കെ ചേർത്ത് മാറ്റിയിട്ട് പുതിയ രീതിയിലുള്ള കാര്യങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നല്ലതായിരുന്നെങ്കിൽ അതിനെയായാലും നിങ്ങൾ കൊണ്ടുവരാന്നുള്ളതാണ്. ഇപ്പോൾ നിൽക്കുന്നതായിട്ടുള്ള ആ സാഹചര്യത്തിൽ നിന്നിട്ട്, ആ മാനസികാവസ്ഥയിൽ നിന്നിട്ട് നിങ്ങൾ പുറത്തു വരാന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു വലിയ ഭാഗ്യം നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് നിങ്ങളെ വിധിയിൽ ഒരു വലിയ മാറ്റം, ഒരു വലിയ ഭാഗ്യം നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വഴിത്തിരിവുകൾ വരാനായിട്ട് പോകുന്നുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥ, ഡെത്ത് കാർഡാണ് അടുത്ത് വന്നിരിക്കുന്നത്, ഇപ്പോഴുള്ള ഈ ഒരു വിഷമകരമായിട്ടുള്ള ആ ഒരു സാഹചര്യം, ദുഃഖകരമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഒരു മോചനം, അതായത് നിങ്ങൾ ഡെത്ത് ആൻഡ് റീബർത്ത്, ഡെത്ത് എന്ന് പറയുമ്പോൾ റീബർത്ത് കൂടി ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു സാഹചര്യം, ഈ വിഷമത്തോടു കൂടിയുള്ള ആ ഒരു ലൈഫിൽ നിന്നിട്ട് നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് മാറുന്നു. അതായത് നിങ്ങൾ കുറെ പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ട് അതിൽ നിന്നിട്ട് നിങ്ങൾ ഒരു പുതിയ വ്യക്തിത്വത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ ലൈഫിലേക്ക്, നിങ്ങളുടെ ലൈഫിലെ പുതിയ നല്ല നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. ആ കാർഡ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോഴുള്ള ആ വിഷമകരങ്ങളായ സംഭവങ്ങൾ മാറിയിട്ട് സമൃദ്ധി, നല്ല രീതിയിലുള്ള സമൃദ്ധി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. സാമ്പത്തിക സ്ഥിരത, സന്തോഷകരമായ ഒരു ജീവിതം, റിലേഷൻഷിപ്പിലാണെങ്കിലും വളരെയധികം
സമൃദ്ധി ഉണ്ടാവുക, റിലേഷൻഷിപ്പിലും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിലാണെങ്കിൽ അതിൽ അഭിവൃദ്ധി ഉണ്ടാകുക, നല്ല ജോലിക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ട് ഉള്ള പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ജോലി ലഭിക്കുകയും അതിൽ നിന്ന് സന്തോഷം ലഭിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ അതിനായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് കാർഡ് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പക്വതയുള്ള റിലേഷൻഷിപ്പ്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ആടിയുലയാത്ത ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്, ഒരു സന്തുലിതാവസ്ഥയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത്. നിങ്ങളോട് വളരെയധികം അനുകമ്പയുള്ളൊരു വ്യക്തിയായിരിക്കും. വൈകാരികമായി വളരെയധികം ശക്തമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലുള്ളതാണെങ്കിൽ കൂടിയും അതിപ്പോൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങളുടെ ലൈഫിൽ പുതിയ ഒരു ആശയങ്ങളോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കമോ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടോ ബിസിനസ്സോ അങ്ങനെ എന്ത് കാര്യങ്ങളായാലും നിങ്ങളുടെ ലൈഫിൽ പുതിയത് എന്തോ തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് തുടങ്ങേണ്ട സമയമാണ്. അത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ സത്യവും നീതിയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അതിനെ മുറുകെ പിടിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സക്സസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ അങ്ങനെ എന്ത് തുടങ്ങാനായിട്ട് പോകുന്നുണ്ടെങ്കിലും ഒരു ടീം വർക്ക്, നിങ്ങൾക്ക് നല്ലൊരു ടീം വർക്കിനെ ലഭിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഒക്കെ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ വരുന്നത് നല്ലൊരു ടീം വർക്കായിരിക്കും. നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാവുന്ന ഒരു ടീമിനെ ആയിരിക്കും നിങ്ങളുടെ കൂടെ ലഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു തൊഴിൽ ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ നല്ല സഹകരണം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളൊരു പുതിയ ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു പുതിയ ജോലി ലഭിച്ചിട്ട് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ അവിടെ വളരെ നല്ല സഹകരണവും ഒരു സമാധാനമൊക്കെ ഉള്ളൊരു അന്തരീക്ഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പദ്ധതി തുടങ്ങുകയാണെങ്കിൽ അതിൽ വളരെ വിജയകരമായിട്ടുള്ള ആരംഭം നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. വളരെ വിജയകരമായിട്ടുള്ള ആരംഭം ഉണ്ടാവും. അത് എല്ലാവരുടെയും സഹകരണത്തോടെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഫാമിലിയിൽ 10 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ വളരെ പൂർണ്ണത അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ഒരു സംതൃപ്തിയാണ് 10 ഓഫ് കപ്പ് പറയുന്നത്. നിങ്ങൾ വളരെ വൈകാരികമായ ഐക്യത്തോടും ബന്ധങ്ങളൊക്കെ വളരെ ഊഷ്മളതയോടും കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു തീരുമാനമെടുക്കാനായിട്ട് ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. 2 ഓഫ് സോർഡ്സ് പറയുന്നത് അതാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വല്ലാതെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ പറ്റിയിട്ടോ എന്ത് തന്നെയായാലും നിങ്ങൾ എന്ത് കാര്യത്തിനായാലും വല്ലാതെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ദ മൂൺ കാർഡും പറയുന്നത് അങ്ങനെയാണ്. നിങ്ങളൊരു വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അവബോധം നിങ്ങൾ ഒരു നിങ്ങളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഉൾബോധത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്നിട്ട് നിങ്ങൾ പുറത്ത് കടക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു ഇതാണ് നിങ്ങളുടെ നെഗറ്റിവിറ്റി. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നെഗറ്റീവായിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിയിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള സാഹചര്യങ്ങളെയും ആ വിഷമങ്ങളെയെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ടും മറന്നിട്ട് അതിൽ നിന്നിട്ട് നിങ്ങൾ ആ ഒരു പാസ്റ്റിനെ അതങ്ങനെ വിട്ട് കളഞ്ഞേക്കുക. ലൈഫിൽ അത് വിട്ട് കളഞ്ഞിട്ട് ഇപ്പോഴുള്ള ഈ ആശയക്കുഴപ്പങ്ങളിൽ നിന്നിട്ടൊക്കെ നിങ്ങളെ മനസ്സിനെ നല്ലൊരു രീതിയിൽ കൊണ്ടുവരാനാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തൊന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ മനസ്സൊന്ന് ശാന്തമാകുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല കാര്യങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അതായത് ദ എംപ്രസ് കാർഡ് പറയുന്നത് വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ നല്ല ഒരു സ്നേഹം, അല്ലെങ്കിൽ എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും, ഒരു എംപ്രസിനെ പോലെയുള്ള ഒരു ലൈഫ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു എംപ്രസിനെ പോലെയുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതായത് നിങ്ങൾ വളരെ സന്തോഷകരമായും സമാധാനപരമായിട്ടൊക്കെ ഉള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നുണ്ട്.
നിങ്ങളുടെ മനസ്സിലുള്ള ഈ പ്രശ്നങ്ങളെ എല്ലാം മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. നിങ്ങളിപ്പോൾ ഉള്ള ഈ പ്രശ്നങ്ങളിൽ നിന്നിട്ടൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകാനാണ് 6 ഓഫ് സോഡ്സും പറയുന്നത്. നിങ്ങൾ ഇതിൽ നിന്നിട്ടൊക്കെ മാറി മറ്റൊരു ചിലപ്പോൾ ഒരു യാത്ര നിങ്ങൾ പോവുക, അല്ലെങ്കിൽ പുതിയ അറിവുകൾ കണ്ടെത്താൻ ആയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വളരെ നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരുന്നത്. അത് നിങ്ങൾക്ക് ജോലിയിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ഇത് കാണുന്ന ആൾക്കാർ അവർ എന്താണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം, അതിന് യൂണിവേഴ്സ് നിങ്ങൾക്ക് സന്ദേശം തരുന്നത് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വിഷമകരമായിട്ടുള്ള ആ പാസ്റ്റിനെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ ആകുലതകൾ എല്ലാം മനസ്സിൽ നിന്നിട്ട് മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുകയും നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണോ പോസിറ്റീവായിട്ട് വേണ്ടത് അതിന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് അത് തരാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ അതിന് അർഹനാണ് എന്നുള്ളത്, നിങ്ങൾ അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ ആ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ എൻ്റെ ആ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ അർഹയാണ്, ആ സ്നേഹം ഞാൻ അർഹിക്കുന്നതാണെന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് അങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ സ്നേഹം അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു കരിയറാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ ജോലി ചെയ്യാനായിട്ട് അർഹനാണ്, എനിക്കതിനുള്ള അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കും. അതുപോലെ തന്നെ സാമ്പത്തികമാണെങ്കിൽ ഞാൻ ഈ യൂണിവേഴ്സിൽ നിന്നിട്ട് ഈ സമ്പത്ത് കിട്ടാനുള്ള അർഹത എനിക്കുണ്ട്, ഞാൻ അർഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. നിങ്ങൾ എന്താണോ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങൾ അർഹനാണെന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് തരാനായിട്ട് യൂണിവേഴ്സ് എല്ലാ ബ്ലെസ്സിങ്സോട് കൂടിയാണ് യൂണിവേഴ്സ് നിൽക്കുന്നത്. നിങ്ങൾ ഒരു 10 പ്രാവശ്യം നല്ലത് ചിന്തിച്ചിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ മോശമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു ഇത് ബ്ലോക്കായി വരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നത് സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങൾക്ക് ഒരു ശക്തിയും ധൈര്യവും ദൃഢനിശ്ചയമൊക്കെ എടുക്കേണ്ട സമയമാണ്. നിങ്ങൾ വൈകാരികമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് എടുത്ത് കൊണ്ടുവരാനാണ് പറയുന്നത്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അതിനെ നല്ല രീതിയിൽ കൊണ്ടുവരാനാണ് പറയുന്നത്. നിങ്ങൾക്ക് വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയാണ്. ആ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആന്തരികമായിട്ട് നിങ്ങൾ വളരെ സ്ട്രെങ്ത് ഉള്ള വ്യക്തികളാണ്. അത് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിന്നിട്ട് മാറ്റി നിർത്തി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, മുന്നിട്ട് വരിക. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകാൻ പോകുന്നതാണ് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം. അതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി. നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആകുലതകൾ, ആശങ്കകൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നിട്ട് മാറ്റിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വിദ്യയാണ് ഇനി വരാൻ പോകുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം യൂണിവേഴ്സ് നൽകാനായിട്ട് തയ്യാറായി നിൽക്കുന്നു. നിങ്ങളത് സ്വീകരിക്കാനായിട്ട് നിങ്ങൾ മാനസികമായിട്ട് തയ്യാറാകുക എന്നാണ് പറയുന്നത്. താങ്ക്